നമസ്കാരം. എല്ലാവർക്കും സാഫിർജാൻ EXൻ്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പീച്ച്ട്രീയിലെ ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തുടർച്ചയായി വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ ക്ലാസ്സും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്ത ശേഷമേ കാണാൻ പാടുള്ളൂ. കാരണം പല ദിവസങ്ങളിലും പല വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിലാണെങ്കിൽ ടാലി ആയിരിക്കും, ചില ദിവസങ്ങളിൽ പീച്ച്ട്രീ ആയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക. പ്ലേ ലിസ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഈ ചാനലിൻ്റെ പേരടിക്കുക, സാഫിർജാൻ EX എന്നടിച്ച ശേഷം ഇതിൻ്റെ പ്രൊഫൈൽ, ഇതിൽ നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പ്രൊഫൈൽ പിക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. മുകളിൽ കാണാം പ്ലേ ലിസ്റ്റ് കാണാം. പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്ത ഓരോ പ്ലേ ലിസ്റ്റുകളും കാണാം. പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. പീച്ച്ട്രീ അക്കൗണ്ടിംഗ് ആണ് അതുണ്ടാവും. അല്ലെങ്കിൽ സാഫിർജാൻ EXലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ടാലിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും അതിലുണ്ടാവുക. ടാക്സ് ആണെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട GST, VAT തുടങ്ങിയിട്ടുള്ള ടാക്സുകളായിരിക്കും. അപ്പോൾ അത് ആ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും എങ്ങനെയാണ് പീച്ച്ട്രീയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടും ഓൾറെഡി ഈ ടാലിയിൽ ഡീഫാൾട്ടായിട്ട് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തിടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഓരോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കാം, നമ്മൾ ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ മെനുവിൽ വരിക. മെയിൻറ്റെയിനിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വരിക. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ട് ഒന്നാം നമ്പറായിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യണേ. ക്യാപിറ്റലിൻ്റെ അണ്ടർ എന്താണ് വരിക, ക്യാപിറ്റൽ ഇക്വിറ്റി റിട്ടേൺഡ് ഏർണിങ്സ് ആണ് എന്നുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 2 എന്നുള്ള നമ്പർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം നമുക്ക് പർച്ചേസുമായിട്ട് ആരുമായിട്ട് ബന്ധം വരും, സൺട്രി ക്രെഡിറ്റേഴ്സ് അഥവാ വെൻഡറുമായിട്ട് നമുക്ക് കണക്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് പായബിൾ, അണ്ടർ അക്കൗണ്ട് പായബിൾ. അങ്ങനെ അക്കൗണ്ട് പായബിളിൻ്റെ അണ്ടറിൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എമൗണ്ട് ഒന്നും നിങ്ങൾ കൊടുക്കരുത്, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ അക്കൗണ്ട് ബിഗിനിങ് ബാലൻസിലൊക്കെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെൻഡറിനെയും കസ്റ്റമറിനെയും ക്രിയേറ്റ് ചെയ്യുന്ന രൂപം. ഇനി മൂന്നാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് അക്കൗണ്ട് റിസീവബിൾ ആണ് അതിൻ്റെ അണ്ടറായിട്ട് വരിക. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടർ അക്കൗണ്ട് റിസീവബിൾ ആണ്. അത് ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു, സേവ് ചെയ്തു. ഒന്നെങ്കിൽ ഓൾട്ട് അടിക്കുക, അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോണത്, നാലാമതായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്, പർച്ചേസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. പർച്ചേസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് അതിൻ്റെ അണ്ടർ വരിക നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. പിന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് സെലക്ട് ചെയ്തു, അങ്ങനെ അത് സേവ് ചെയ്തു. ഇനി പർച്ചേസിൻ്റെ കൂടെ നമുക്ക് വരിക ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ അഞ്ചാമതായിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ അണ്ടർ നമുക്ക് കൊടുക്കേണ്ടി വരിക ഇൻകമാണ്, നമ്മൾ ചെയ്യേണ്ടി വരിക ഇൻകം. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആറായിട്ട് ഞാൻ കൊടുക്കാൻ പോകേണ്ടത് സെയിൽസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് സെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. സെയിൽസിൻ്റെ അണ്ടർ ഇങ്കാണ്, അത് സേവ് ചെയ്തു. അടുത്തതായിട്ട് 7ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് അലൗഡ്. സെയിൽസിൻ്റെ കൂടെ നമുക്ക് എന്ത് ഡിസ്കൗണ്ടാണ് വരിക, ഡിസ്കൗണ്ട് അലൗഡ് ആണ് വരിക. നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കണം. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ എക്സ്പെൻസിൻ്റെ കീഴിൽ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എക്സ്പെൻസ് ഉണ്ടാവും ഇവിടെ, എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇത് ചെയ്ത ശേഷം ഇനി അടുത്തതായിട്ട് എട്ടാമതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്.
ഇൻവെൻട്രി, കാരണം സ്റ്റോക്കാണ്, പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസും സെയിലും ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇൻവെൻട്രീൻ്റെ അണ്ടറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇൻവെൻട്രി തന്നെയാണ്. ഓക്കെ, ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒൻപതാമത്തെ ഒരു അക്കൗണ്ടായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ വേജ് അല്ലെങ്കിൽ അപ്പോൾ തൽക്കാലം ഫ്രൈറ്റ് എന്ന് കൊടുക്കാം. ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, ഫ്രൈറ്റ് ചാർജ്. അതായത് നമുക്ക് പ്രൊഡക്റ്റ് വരാനുള്ള അതിൻ്റെ ക്യാരേജ് കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈറ്റ് ചാർജിൻ്റെ അണ്ടർ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ എന്തിനാന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രയും അക്കൗണ്ടുകൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. 10ാമതായിട്ട് ഒരു അക്കൗണ്ട് കൂടി ക്രെഡിറ്റ് സെയിൽസ് ആണല്ലേ. ക്രെഡിറ്റ് സെയിൽസ് ആയതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം എന്ത് ചെയ്യണില്ല, ബാക്കിയുള്ള ഒന്നും ക്രിയേറ്റ് ചെയ്യണില്ല. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ പിന്നെ ഒരു മെയിൻറ്റെയിനിൽ വരിക. മെയിൻറ്റെയിനിൽ വന്നിട്ട് ഡീഫാൾട്ട് ഇൻഫർമേഷൻ എടുക്കുക. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ ഇനി ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ ആദ്യം വെൻഡറിൽ വരാം. നമുക്ക് സൺട്രി ക്രെഡിറ്ററാണ് വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ വെൻഡറിൽ വന്നിട്ട് വെൻഡറുമായിട്ട് നമുക്ക് എന്തൊക്കെ ബന്ധങ്ങളുണ്ട് അത് കൊടുക്കുക. വെൻഡറുമായിട്ട് നമുക്കുള്ളത് പർച്ചേസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ ഈ കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ എടുക്കുക, കീബോർഡിലുള്ള പ്ലസ് ബട്ടൺ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പിന്നെ ഷിഫ്റ്റ് അടിച്ച ശേഷം ക്വസ്റ്റ്യൻ സിമ്പിളാണ് അടിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ മതി. ഷിഫ്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് പർച്ചേസിൻ്റെ കൂടെ എന്താ ഡിസ്കൗണ്ട് വരിക, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് കൊടുക്കുന്നു. ഇനി ഇതൊക്കെ ഇവിടെ രണ്ടും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം നമുക്ക് കഴിഞ്ഞു. ഇനി നേരെ എന്ത് ചെയ്യുക, ഓക്കെ അടിക്കാം. ഇവിടെ ഓക്കെ അടിക്കാൻ വിട്ടു പോകരുത്. ഓക്കെ അടിച്ചു. വീണ്ടും വരിക, മെയിൻറ്റെയിനിൽ വരിക. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ വന്ന ശേഷം അതിൽ കാണിക്കും ഇനി കസ്റ്റമറിൽ വന്നിട്ട് GL സെയിൽസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെയാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. സെയിൽസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഡിസ്കൗണ്ട് GL അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും നമ്മൾ മെയിൻറ്റെയിനിൽ വരിക. മെയിൻറ്റെയിനിൽ വന്നിട്ട് ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ വരിക. ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ അടുത്തായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഇൻവെൻട്രി ഐറ്റംസ് ആണ്. അത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഐറ്റംസ് എടുക്കുക. ഇൻവെൻട്രി ഐറ്റംസിൽ ഇവിടെ ഒരുപാട് ഹെഡർ ഫീൽഡുകൾ കാണാം. അതിൽ 3ാമത്തെ ഹെഡർ ഫീൽഡാണ് GL അക്കൗണ്ട് ബാർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാണിക്കുക. അതായത് ജനറൽ ലെഡ്ജർ അക്കൗണ്ട് കോസ്റ്റിംഗ്. ഇതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവും സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു കാര്യം കാണണം. സ്റ്റോക്ക് ഐറ്റംസിൻ്റെ നേരെ ഉണ്ടാവും GL അക്കൗണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആരാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, GL സെയിൽസ് അക്കൗണ്ട് ആണ്. അപ്പോൾ സെയിൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത് GL ഇൻവെൻട്രി ബാർ വേജ് എന്നുള്ളടത്ത് നമ്മൾ ഇൻവെൻട്രി സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻവെൻട്രി സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കോഡായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. ഓക്കെ, അടുത്ത് GL കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളടത്ത് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസിനെയാണ്. പർച്ചേസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കോസ്റ്റിംഗ് എന്നുള്ളിടത്ത് മറന്നു പോകരുത്. നമ്മൾ ഫിഫോ അല്ലെങ്കിൽ ലിഫോ അല്ലെങ്കിൽ ആവറേജ് ഇതിൽ ഏതാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ആവറേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി GL ഫ്രൈറ്റ് അക്കൗണ്ട് എന്നുള്ളത് താഴെ കാണാൻ പറ്റും. അപ്പോൾ GL ഫ്രൈറ്റ് അക്കൗണ്ടിൽ വരിക. GL ഫ്രൈറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, ആ ഫ്രൈറ്റിന് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ സെയിൽസും പർച്ചേസും ആയിട്ട് നമുക്ക്, അതായത് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പർച്ചേസോ സെയിൽസോ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നേരെ എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ അടിക്കുക. എല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ നേരിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പർച്ചേസും സെയിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് എടുക്കുക. പർച്ചേസ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നു. അതിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസിൽ വന്ന ശേഷം അതിലുണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നു എൻ്റർ ബിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ എൻ്റർ ബിൽസിൽ വരിക. എൻ്റർ ബിൽസിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂ ബില്ല് സെലക്ട് ചെയ്യാം. അപ്പോൾ ന്യൂ ബില്ല് ഞാൻ സെലക്ട് ചെയ്യണേ. ന്യൂ ബില്ല് സെലക്ട് ചെയ്യുന്നു. ന്യൂ ബില്ല് സെലക്ട് ചെയ്ത ശേഷം ഇനി ഞാനിവിടെ എന്ത് ചെയ്യുക, അത് മാക്സിമൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
വെൻഡർ ഐ ഡി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഏത് പാർട്ടിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ആ പാർട്ടിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല വെൻഡറിൻ്റെ അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വെൻഡർ ഐ ഡി എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് വെൻഡറിനെ ന്യൂ എന്ന് അടിച്ച ശേഷം ന്യൂ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ അടിക്കുക. അപ്പോൾ ഞാനിവിടെ ന്യൂ അടിക്കുകയാണ്. ന്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു വെൻഡറെ കൊടുക്കുകയാണ്, പാർട്ടിനെ കൊടുക്കാൻ പോവാണ്. വെൻഡർ ഐ ഡി എന്നുള്ളിടത്ത് ഞാൻ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ വെൻഡർ ഐ ഡി കൊടുക്കുകയാണ് ABC കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ABC കമ്പനി സെലക്ട് ചെയ്യുന്നു. ഇനി ഇൻവോയ്സ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഡേറ്റ് ഒക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 26 ഓഗസ്റ്റ് 2020 വന്നിട്ടുള്ളത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഏപ്രിലാക്കാൻ പോകുന്നത്. ഏപ്രിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഏപ്രിലാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റ് മാറ്റിയാൽ മതി. ഇവിടെ നമുക്ക് ഈ ഡേറ്റ് മാറ്റാനുള്ള ഷോർട്ട് കട്ട് Alt+D ആണ് അടിക്കേണ്ടത്. ഓക്കെ, ഈ ഇൻവോയ്സ് നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, എത്രയാണ് നമ്മൾ ബിൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് നമ്പർ ബിൽ നമ്പറായിട്ട് നമ്മൾ കൊടുക്കാം. ഇനി ക്വാണ്ടിറ്റി എന്നുള്ളിടത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, എത്ര എണ്ണമാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, 100 എണ്ണമാണെങ്കിൽ 100 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ഐറ്റംസ് ആണ്. ഓൾറെഡി ഇവിടെ ഐറ്റംസ് ഉണ്ടെങ്കിൽ സെർച്ച് സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ അടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഐറ്റം ഐ ഡി എന്നുള്ളിടത്ത് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കേണ്ടത് സിന്തോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഐറ്റം ക്ലാസ് എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാതെ മറക്കരുത്. സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്ത ശേഷം പ്രൈസ് ലെവൽ എന്നുള്ളിടത്ത് നമുക്ക് സാധാരണ സെയിൽസ് പ്രൈസ് ആണ്, അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് യൂണിറ്റ് കോസ്റ്റ് കൊടുക്കുക. ലാസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. പർച്ചേസ് പ്രൈസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 10 രൂപയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് കൊടുത്താൽ, ഇപ്പോൾ സ്റ്റോക്ക് UM എന്നുള്ളിടത്ത് ഞാൻ തൽക്കാലം നോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാവും. Peachtree അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും സ്റ്റോക്ക് ഐറ്റംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഭാഗം നിങ്ങൾ എടുത്ത് കണ്ടാൽ മതി. തൽക്കാലം ഞാൻ നേരിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്, നേരിട്ട് സേവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ബിഗിനിങ് ബാലൻസ് പോയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കരുത്, കാരണം നമ്മൾ പുതിയൊരു ഐറ്റമാണ് വാങ്ങുന്നത്. അപ്പോൾ നേരെ സേവ് ചെയ്യുക. വേണമെങ്കിൽ ഒരു ഐറ്റം കൂടി ഞാൻ കൊടുക്കുകയാണ്. 2 എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കൂടി കൊടുക്കാം. കോൾഗേറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, അതിൻ്റെ റേറ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത് 12 ആണ്. ഇവിടെ ഞാൻ നോസ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, സേവ് ചെയ്തു. ഈ ക്ലോസ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുക. ഐറ്റം ഏതൊക്കെയാണ് നമുക്ക് വരിക, ഒന്ന് സിന്തോളാണ്. സിന്തോൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് പോകുമ്പോൾ ഈ GL അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇൻവെൻട്രി ആയിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ ഇൻവെൻട്രി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ പർച്ചേസിൻ്റെ എമൗണ്ട് കാണിക്കില്ല. അതായത് പർച്ചേസിലല്ല അത് എമൗണ്ട് ആയിട്ട് കാണിക്കുക, അത് ഇൻവെൻട്രി ആണ്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ചെന്ന് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പർച്ചേസ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, പർച്ചേസ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണേ, 200 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അടുത്ത ഐറ്റം ക്വാണ്ടിറ്റിയാണ് നമ്മൾ 200 കൊടുത്തത്. കോൾഗേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് സെലക്ട് ചെയ്യുക, പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ 3400 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എമൗണ്ട് കംപ്ലീറ്റ് നമ്മൾ പേയ്മെൻറ്റ് നടന്നിട്ടില്ല, അതർ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് കാണിക്കുള്ളൂ. എമൗണ്ട് പെയ്ഡ് അറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പെയ്ഡ് ചെയ്യാൻ നെറ്റ് ഡ്യൂ ആണ്, കൊടുക്കാനാണ് ഇനി ഉള്ളത്, പേയ്മെൻ്റ് ആണ് ഇനി ഡ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ഓക്കെ, സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പർച്ചേസ് നമ്മൾ സേവ് ചെയ്തു. ഇനി എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സെയിൽ ചെയ്യേണ്ടത് അത് ക്ലോസ് ചെയ്ത ശേഷം സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസിലാണ് വരിക. കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസിൽ വന്ന ശേഷം അതിൽ കാണാൻ പറ്റും എന്ത്, സെയിൽസ് ഇൻവോയ്സസ് എന്ന് കാണാൻ പറ്റും. സെയിൽസ് ഇൻവോയ്സസ് എടുക്കുക. സെയിൽസ് ഇൻവോയ്സസ് വന്ന ശേഷം അതിലുണ്ടാവും ന്യൂ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ന്യൂ സെയിൽസ് ഇൻവോയ്സസ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും, നമുക്ക് മാക്സിമൈസ് ചെയ്യാം. കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. കസ്റ്റമർ ID എന്നുള്ളിടത്ത് നമ്മൾ തൽക്കാലം ന്യൂ അടിക്കുക. ന്യൂ അടിച്ച ശേഷം ഒന്ന് അടിച്ചിട്ട് ഞാൻ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണ് സെയിൽ ചെയ്യേണ്ടത് അവർ. അപ്പോൾ നമ്മൾ ഇവിടെ FG കമ്പനി എന്നിട്ട് തൽക്കാലം ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കസ്റ്റമർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സേവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കസ്റ്റമറിന് ആവശ്യം ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, കസ്റ്റമർ ഇവിടെ സെലക്ട് ചെയ്യുക.
ഡേറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മുടെ സിസ്റ്റം ഡേറ്റ് ആയിരിക്കും ഇവിടെ വന്ന് കിടക്കണം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വൗച്ചർ ഡേറ്റിക്ക് മാറ്റി കൊടുക്കാതെ April 2 ആക്കി. ഞാൻ ഇൻവോയ്സ് നമ്പർ എന്നുകൊടുത്ത് ബിൽ നമ്പർ കൊടുത്തു. ഓക്കെ, ക്വാണ്ടിറ്റി എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റി കൊടുക്കാൻ പോവാണ്. ഒരു എത്ര എണ്ണം ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ നിന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഒരു 50 നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഐറ്റം സിന്തോളാണ്. സിന്തോൾ 50 സെയിൽ ചെയ്യേണ്ടത്. റേറ്റ് ഞാൻ കൊടുക്കണേ 25. അപ്പോൾ യൂണിറ്റ് പ്രൈസ് എന്നുള്ളടത്ത് നമ്മൾ സെയിൽസ് പ്രൈസ് കൊടുക്കുക. ഇനി അടുത്ത ഐറ്റം നമ്മൾ അടുത്ത ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുക 80 നമ്മൾ അടുത്ത ഐറ്റം സെയിൽ ചെയ്യേണ്ടത്. കോൾഗേറ്റ് ആണ് നമ്മുടെ ഐറ്റം. അത് നമ്മളിവിടെ കൊടുക്കുന്നത് 28 രൂപക്കാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടലി നമുക്ക് 3490 രൂപയുടെ സെയിൽ, ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുണ്ട്. ഇനി ഇത് ക്രെഡിറ്റ് സെയിൽ അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാൻ പോണേ ഉള്ളൂ. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്തത്. ഓക്കെ, സെയിൽ നേരെ സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി സേവ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാത്ത തൽക്കാലം ഞാൻ അത് ക്ലോസ് ചെയ്യുകയാണ്. നമുക്കതിൻ്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിതിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റിപ്പോർട്ട് ആൻഡ് ഫോംസിൽ വരിക. റിപ്പോർട്ട് ആൻഡ് ഫോംസിൽ ഉണ്ടാവും, നമ്മൾ കാണിക്കുന്നു. പിന്നെ ഇവിടെ ഉണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഓക്കെ അടിക്കുക. അങ്ങനെ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നെറ്റ് ഇൻകം 1370. അതുപോലെ സെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ പർച്ചേസ് കാണിക്കുന്നുണ്ട്, എത്ര രൂപേൻ്റെ പർച്ചേസ് ആണെന്നുള്ളത്. ഇത് ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ പോവാണ്, ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ മുമ്പ് ചെയ്ത പർച്ചേസുകളൊക്കെ എവിടെ നമുക്ക് ഉണ്ടാവുക, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ആരുമായിട്ടൊക്കെ പർച്ചേസ് നടന്നിട്ടുണ്ട്, എത്ര പർച്ചേസ് ആണ് നമുക്കുള്ള ഇവിടെ കാണാൻ പറ്റും. കണ്ട് ഇവിടെ കാണിക്കുന്നു ABC കമ്പനിയുമായിട്ട് 3400 രൂപേൻ്റെ പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ സെയിൽ എടുത്താലും നമുക്ക് കാണാൻ പറ്റും. സെയിൽ നമ്മൾ കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് എടുത്താൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൊണ്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യും, അവരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവരുമായിട്ടുള്ള സെയിൽ പർച്ചേസൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.